ഈ പലപ്പോഴും ഈ നമ്മുടെ ഹിന്ദി സീരിയലിലൊക്കെ ഈ ഇസ്ലാംക്കോ അല്ല ഇസ്പാർക്കോ കാനാംദു ദഹലീസ് എന്ന് പറഞ്ഞ വലിയ ഫേമസ് ആയിട്ടുള്ള സീരീസുകളുണ്ട്. അപ്പം അവർക്കൊക്കെ അവിടുത്തെ ആ സീരിയൽ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഫിലിം സ്റ്റാർസിന്റെ അത്ര തന്നെ വാല്യൂ, അതുപോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ അങ്ങനത്തെ ഒരു എല്ലാവരും നിങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്ന അങ്ങനെ ഒരു ഫ്യൂച്ചർ ഒക്കെ ആലോചിക്കാറുണ്ടോ? നമ്മള് ഈ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു തെലുങ്ക്, കന്നഡ, തമിഴ് കുറച്ച് ഇതായിട്ടുണ്ട്. മലയാളത്തിൽ അതുപോലെ എത്തിയിട്ടില്ല. അതെ അതെ, മലയാളത്തിൽ ഇപ്പോഴും ആ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഫിലിം സീരിയൽ. പക്ഷെ എന്തുകൊണ്ട് തമിഴില് ഇന്ന് ഖുഷ്ബു മാം, രാധിക മാം എല്ലാം സീരിയൽസ് അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ അത് ചിന്തിക്കുന്നില്ല? നമ്മൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് ചിന്തിക്കല, ഗ്രാജുവലി വരുമായിരിക്കാം. പക്ഷെ ഇപ്പോഴും ആ മലയാളത്തിൽ ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഏറ്റവും അധികം ആളുകളും പെട്ടെന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ സൈഡും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഒക്കെ മനസ്സിലാക്കിയത് റീസെന്റ് ആയി വന്നൊരു ഇന്റർവ്യൂ. അപ്പൊ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങളാണ് ആക്ച്വലി കല്യാണം കഴിച്ചിട്ടുള്ളത് അത് സത്യം. എന്താണ് ആ ഒരു ഏരിയയിൽ ക്ലാരിഫൈ ചെയ്യാനുള്ളത്? ആക്ച്വലി അവര് ചോദിച്ചത് ഓക്കെ സ്മിത ഇന്റർകാസ്റ്റ് മാരേജ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നുമല്ല. സ്മിത നീ തലേ തൂണിയിട്ട് നടക്കണം, എന്നാലേ അങ്ങനെ ഇങ്ങനെ. എന്റെ ഇഷ്ടത്തിന് ഞാൻ മതം മാറിയതാണ്. അല്ലാണ്ട് ഞാൻ ദുബൈയിലായിരുന്നു 5 വർഷം. ഞാൻ BSc നേഴ്സാണ്. അപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പൊ എല്ലാ മുസ്ലിം കൺട്രിയിലൊക്കെ നിന്നപ്പോ എനിക്ക് ഇസ്ലാമിനോടൊരു ഇഷ്ടം തോന്നി. ഞാൻ അത് പഠിച്ചു പോയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ പോയിരുന്ന മതം പഠിച്ചു 3 മാസം. ഇപ്പൊ അത്രയും പഠിച്ചിട്ട് ഖുറാൻ എനിക്ക് ഓതാൻ അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് നിസ്കരിക്കാനും കാര്യങ്ങളും അതിന്റെ ഇപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ ഒക്കെ എനിക്കറിയാം. അപ്പൊ എന്നിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ലാതെ എന്റെ ഷെക്കിലിനെ കിട്ടാൻ വേണ്ടി. പക്ഷെ എനിക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ അവരുടെ ഒരു ഇതിൽ പോകണമെന്ന് ആഗ്രഹം. പക്ഷെ അവരെൻ്റെ അടുത്ത് തലേ തുണിയിടാനോ ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരോ എഴുതി നീ സ്ലീവ്ലെസ് ഇട്ടേക്കുന്നു എന്നിട്ടാണോ നീ മുസ്ലിം അങ്ങനെ. പക്ഷെ ഇതെന്റെ ഇഷ്ടമാണ്, എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. പിന്നെ കുറെ പേര് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ രണ്ടും കൂടെ കല്യാണം കഴിച്ചാന്ന്. മനസ്സിലായി കണ്ടോര്. പിന്നെ കുറെ പേര് ആലോചിച്ചു ഇവളിപ്പം കല്യാണം കഴിച്ചുള്ളന്ന്. അപ്പൊ എന്തോ പെട്ടെന്ന് പൊട്ടത്തരത്തിന് എടുത്തു ചാടി കല്യാണം കഴിച്ചു. അല്ല, ഞാൻ 10 വർഷം കല്യാണം കഴിച്ചിട്ട് 9 വയസ്സുള്ള മോനുണ്ട് എനിക്ക്. ഞങ്ങൾ വളരെ സന്തോഷത്തോട് ജീവിക്കുന്നു. ഷക്കീല് മതം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് സ്മിത സാമുവൽ എന്ന് തന്നെയാണ്. പള്ളിയിൽ ജന്നത്ത് ഇട്ടിട്ടുണ്ട്. ജന്നത്ത് അത് നമ്മളൊരു ഇതിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പള്ളിയിലെ രജിസ്റ്ററിൽ എഴുതും ജന്നത്തെന്ന്. അത്രേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഇതായിട്ട് ജീവിക്കുന്നു. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ മതത്തോടും എനിക്ക് എന്താ പറയാ റെസ്പെക്റ്റ് ആണ്. ഭയങ്കര അതിശക്തമായ മതവിശ്വാസി അല്ല ഞാൻ. ഒരു ശക്തിയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. അമ്പലത്തിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. അങ്ങനെയാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ അല്ല, പണ്ടായിരുന്നു. എളുപ്പത്തിൽ ആളുകൾക്ക് വിശ്വസിപ്പിക്കാം. അതെ അതെ, ഇപ്പൊ അല്ല. ഞാൻ ഇപ്പൊ വിശ്വസിക്കൂല. ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ആൾക്കാര് തെറ്റിദ്ധരിക്കും ഞാന് പൊട്ടിയാണ്, ഞാൻ അങ്ങനെ അഭിനയിക്കും. അതെന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ സെറ്റില് ഈ കഴിഞ്ഞ ദിവസം നീ പാവല്ലേ ഇവള് പൊട്ടിയാന്ന്. ഞാൻ പൊട്ടിയേ അല്ല. പക്ഷെ ഞാനില്ലേ അതേപോലെ ഇപ്പൊ ഞാനിപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇടുമല്ലോ അവിടെ. അപ്പൊ ജലജയ്ക്ക് എന്ത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല, അവൾക്കിപ്പം ഇവൻ തന്നെ കളിയാക്കും, എന്താടാ ഒരു ടവൽ അങ്ങനെ പൈസ ചെലവാക്കേണ്ട ആവശ്യം ഇവർക്ക് ഒരു ടവൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞു അങ്ങനെ വരെ കളിയാക്കും. അപ്പൊ ഞാൻ അതിനെല്ലാം നിന്ന് ചിരിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അത്ര അൾട്രാ മോഡേൺ ഗേളോ ഒന്നുമല്ല. ഞാൻ വളരെ നോർമലായിട്ട് വളരെ എന്താ പറയാ ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. കൊച്ചിയിലോ അല്ലെ കേരളത്തിലോ ഒന്നും ഞാൻ ഒരിക്കലും ഷോർട്സ് ഒന്നും ഇട്ടു പോകത്തില്ല. എനിക്ക് തുറിച്ചു നോട്ടം ഇഷ്ടമല്ല. ഇവിടെ ഉള്ളവരെല്ലാം തുറിച്ചു നോക്കുന്നല്ല. പക്ഷെ അറിയാലോ ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാന്ന്. പക്ഷെ ഞാൻ ദുബൈ പോയാൽ ഇടും. ദുബൈയിൽ എന്നെ ആരും നോക്കൂല, കാരണം എന്നെ കടി കാണാനുള്ള ഇഷ്ടം പോലെ ആൾക്കാർ അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കും.
ഇങ്ങനെയൊക്കെയുള്ള എന്നെ കമന്റ് പറയും, അവരിരുന്ന് കളിയാക്കും. ആരെങ്കിലും ഒക്കെ ഇരുന്നാലും ഞാൻ അതൊക്കെയാന്നുള്ള രീതിയിൽ അനങ്ങണ്ടെങ്കിരിക്കും. ഞാനത് തർക്കിക്കാനൊന്നും പോത്തില്ല. പിന്നെ ഞാൻ വളരെ നിഷ്കളങ്ക രീതിയിൽ ജാടയിട്ട് ഞാൻ സംസാരിക്കൂല. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയും കുറച്ചുകൂടെ ജാട ഇടണം സ്മിത, എന്താണിത്, ഇച്ചിരൂടെ ഒരു പോഷ് ലാംഗ്വേജ് ഉണ്ടല്ലോ ചില സമയത്ത്, അതൊന്നും ഞാൻ ഇടൂല. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയും. അങ്ങനെയുണ്ടോ? നമ്മളൊരു ഫിലിം ഷോ ബിസിനസ്സിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ ജെന്യുവിൻ സെൽഫ് കാണിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോഴത്തേക്കും ലാംഗ്വേജ് വരെ മാറും, സ്ലാങ് മാറും, ബോഡി ലാംഗ്വേജ് മാറും. 4 പേര് അറിയുന്ന ഒരാളാണ്, പബ്ലിക് ഫിഗർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആവാവും, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. പക്ഷെ ഈ അതാണ് പറയുന്നത്, ഓട്ടോയില് പോകാൻ പാടില്ല, എന്തിനാ നീ മെട്രോയിലൊക്കെ ഇപ്പോഴും പോകുവോ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഞാൻ എല്ലാത്തിലും സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകും. അതാണ് പറഞ്ഞത്, നമ്മൾ മറ്റവർ എന്ത് ചിന്തിക്കുന്ന വരുമ്പോഴാണ് ഇത് നമ്മളെ അല്ലാണ്ട് ഉള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത് അവിടെ. മനസ്സിലായി? അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളായിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഓഫ് സ്ക്രീനിൽ എന്താണെന്നുള്ളത്, ഞാൻ എന്താണ് അതാണ്, അത് എന്റെ ഹാപ്പിനെസ് ആണ്. പക്ഷെ നിങ്ങൾ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ വന്നിരിക്കണം, അപ്പൊ ഞാൻ ഇത് കാണിക്കില്ല, അതിന്റെ ആവശ്യം. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. സോ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ബിക്കോസ് അതിന് നമുക്ക് അന്നം തരുന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്ന ജോലി ക്ലീൻ ആയിട്ട് ചെയ്യുക. ഭയങ്കര ക്രൗഡ് കൂടുന്ന ഒരു സെലിബ്രിറ്റി ആണ്, ഓക്കെ, മാസ്ക് ഇടുക പറഞ്ഞത്. അല്ലാണ്ട് വലിയ ഹായ് ജലജയാണോ നല്ലായിരുന്നു അഭിനയം, അത്രയേ ഉള്ളെങ്കിൽ എന്തിനാണ് മാസ്ക് ഒക്കെ ഇടുന്നത്? നമ്മുടെ പലരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പുറത്തുനിന്ന്. ഞാൻ ഇടാറില്ല, അല്ലേ, ഞങ്ങൾ ഇടാറില്ല മാസ്ക്. അതാണ് ബി യുവർ സെൽഫ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റവർക്ക് വേണ്ടി നമ്മൾ ഒന്നും മാറ്റാൻ ശ്രമിക്കരുത്, നമ്മൾ എന്താണോ അതായിട്ട് ഇരിക്കുക, അതാണ് കാര്യം. ഈ പുറമേയുള്ള വെബ് സീരീസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ്, അവിടെ ഈ സീരീസുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഒരു ലീഗിലേക്ക് നമ്മുടെ ഇപ്പൊ മലയാളത്തിലും ഇപ്പൊ ഹോട്ട്സ്റ്റാറിലായാലും സോണി ലിവിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള സീരീസ് ഇപ്പൊ വന്നോളുന്നുണ്ട്. അങ്ങനെയുള്ള സ്പേസുകൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പങ്കജ് ത്രിപാഠി, രാധിക ആപ്തെ ഒക്കെ അങ്ങനെ വെബ് സീരീസുകൾ ചെയ്തിട്ട് അവർക്കൊരു സ്റ്റാർഡം ഉണ്ട്. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹം അത്. കാരണം പണ്ട് സിനിമ സീരിയൽ പോലെ ഇനി അതായിരിക്കും, ഇനി അതായിരിക്കും എന്റർടൈൻമെന്റിന്റെ ഒരു ലോകം. കാരണം അത് നമ്മളെ പണ്ടത്തെ യൂട്യൂബേഴ്സ് അത്രയല്ല, പക്ഷെ ഇപ്പം യൂട്യൂബേഴ്സ് വലിയ സെലിബ്രിറ്റീസ് ആണ് അല്ലേ. അവർക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അതായത് ആക്ടിങ് കരിയറിൽ അല്ലാണ്ട് അവർ സെലിബ്രിറ്റീസ് ആണ് അവര്. അപ്പൊ ഇനിയും വെബ് സീരീസ് വരുമ്പം അത് വേറൊരു ജോണർ ഓഫ് കുറെ. പക്ഷെ ആ സമയത്തും നമ്മുടെ പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടേ, അവർക്ക് അത്രയും അത് ഇഷ്ടപ്പെടണോന്നോ ഇല്ല, അല്ലേ? ഷോർട്ട് പീരീഡ് ആണ്, അല്ലേ? ഷോർട്ട് പീരീഡ് ആണ്. ചിലപ്പം ഒരു വെബ് സീരീസ് തന്നെ പല സ്റ്റോറീസ് പറഞ്ഞു പോവായിരിക്കും. മനസ്സിലായില്ലേ? അത് ചിലപ്പം മുമ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സിനിമയിൽ അങ്ങനെ ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടോ സ്മിതയ്ക്ക്? ഞാനോ? അങ്ങനെ ഇന്നൊരാളൊന്നും പറഞ്ഞ ഇല്ല, എനിക്കാരും ഇല്ല. ഈ അടുത്ത് അങ്ങനെ കണ്ടിട്ട് സ്റ്റണ്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്പൊ ഏതായിരിക്കും സിനിമയുടെ അകത്ത്? ഉള്ളൊഴുക്ക്, ഉർവശി മാം. അത് ഭയങ്കര സട്ടയിലായിട്ട് അഭിനയിച്ച്.